അന്തരിച്ച പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് ചിന്തകനും ആണവ ശാസ്ത്രജ്ഞനുമായ MP പരമേശ്വരന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചവരെ കോട്ടപ്പുറത്തെ വീട്ടിലാണ് പൊതുദർശനം തുടരുന്നത്. 1 മണിയോടെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സാരംഗ് തയ്യാറായിട്ടുണ്ട്. സാരംഗിലേക്ക് പോകാം. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. നമുക്കറിയാം, വളരെ വലിയ തരത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകൾ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പൊതുദർശന സമയക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ദൂരി, ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ വീട്ടിൽ തന്നെ MP പരമേശ്വരൻ്റെ തൃശ്ശൂർ കോട്ടപ്പുറത്തുള്ള വീട്ടിൽ തന്നെയാണ് ഈ പൊതുദർശനം നടക്കുന്നത്. അത് ഉച്ചവരെ ഉണ്ടായിരിക്കും. അതിനുശേഷം 1 മണിയോട് കൂടിയിട്ടാണ് തൃശ്ശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും, അതായത് സാംസ്കാരികം, സാമൂഹികം, ഈ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിരുന്നു, ഈ ആണവ ശാസ്ത്രജ്ഞനായിരുന്നു. അങ്ങനെ സകല മേഖലകളിലും അദ്ദേഹം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൻ്റെ ശാസ്ത്രലോകത്തിനും അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രലോകത്തിനൊക്കെ തന്നെയും വലിയ നഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് MP പരമേശ്വരൻ വിടവാങ്ങുന്നത്. അതിനുശേഷം വൈകിട്ടും പൊതുദർശനം ഉണ്ടായിരുന്നു. നിരവധി പേരും അവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പരിചയക്കാരും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദമുള്ളവരും ബന്ധുക്കളും ഉൾപ്പെടെ അദ്ദേഹത്തിനെ അറിഞ്ഞു വന്നവരും അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നലെ ഉച്ച മുതൽ തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ പൊതുദർശനം തുടരും. 1 മണിക്കാണ് പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്കാരം നടക്കുന്നത്. നിരവധി മേഖലകളിലാണ് അദ്ദേഹം കഴിവ് തെളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരള ശാസ്ത്ര പരിഷത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ജോലിയൊക്കെ രാജിവെച്ചാണ് പിന്നീട് ഈ കേരള ശാസ്ത്ര പരിഷത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഈ പരിഷത്ത് വലിയ രീതിയിൽ പ്രശസ്തി ആർജിക്കുന്നതും അല്ലെങ്കിൽ ഒരു സാമൂഹിക വിപ്ലവം സൃഷ്ടിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. നിരവധി പുസ്തകങ്ങളാണ് അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യാപ്തിയുള്ള പഠനങ്ങളായിരുന്നു. ഊർജ്ജ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളെയും കുറിച്ചും അദ്ദേഹം വ്യാപ്തിയോടെ കൂടി ഓരോ വിഷയങ്ങളിലും പഠിച്ചിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു ആദ്യ ബിരുദം. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് PhD നേടുകയും അങ്ങനെ വലിയ വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം സജീവമായിരുന്ന സമയത്ത് പോലും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ തൊഴിലാളി വർഗത്തോടൊക്കെ ഒപ്പം തന്നെ അദ്ദേഹം ശക്തമായിട്ട് നിലനിന്നിരുന്നു. അവരുടെ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരുന്നു. കമ്മ്യൂണിസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരുന്നു. തൊഴിലാളികളുടെ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരുന്നു. ഇടതുപക്ഷത്തിനൊപ്പം തന്നെ അടിയുറച്ച് നിലനിന്നിരുന്നു. പിന്നീട് ഒരു ഇടയ്ക്ക് അദ്ദേഹത്തിന് മാറിപ്പോകേണ്ടി വന്നെങ്കിലും പിന്നീട് അതിനുശേഷം അദ്ദേഹം വീണ്ടും സജീവമായി തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തന രംഗങ്ങളിലേക്ക് കടന്നു വന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെടെ ഇന്നലെ എത്താനുണ്ടായിരുന്നു. ഒരാൾ വിദേശത്തും മറ്റൊരാൾ ബാംഗ്ലൂരിലുമാണ്. അപ്പോൾ അവർ കൂടി എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇന്നും ഈ പൊതുദർശനം കഴിഞ്ഞ് 1 മണിയോടുകൂടി മറ്റ് ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ പാറമേക്കാവ് ശാന്തിഘട്ടിൽ ആരംഭിക്കും.